ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തമ്ബ്നെയിൽ കണ്ട പോലെ വാർഡ്രോബ് ടൂറാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രോ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പം ശരി, നിങ്ങൾ പോയി കണ്ടിട്ടോ. അപ്പം കാണിക്കാം എൻ്റെ ഡ്രസ്സ്, എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് കളക്ഷൻ മുഴുവൻ. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഉണ്ടായിരിക്കാം ക്രോപ്പ് ടോപ്സ് ആയിരിക്കും. അല്ലാത്ത എൻ്റെ ലെഹങ്ക, ജീൻസ് പാൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പുറത്ത് വേറെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ക്രോപ്പ് ടോപ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പം 3-4 ഡ്രസ്സ് ഉണ്ടായിരിക്കും. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാം അതിൻ്റെ പിന്നിലുള്ള കഥകൾ. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ ഡ്രസ്സുകളും കൂടെ ഞാനിങ്ങനെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ അലമ്പാക്കിയിട്ടാണ് ഇട്ടേക്കണേ. അതെല്ലാം കൂടെ നിങ്ങളിപ്പോൾ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എല്ലാ ഡ്രസ്സും കൂടെ പെറുക്കി താഴെ തറയിക്കിട്ടു. എന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വൃത്തിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷോക്കി ഇങ്ങനെ വെച്ചു. ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓരോ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരുന്നതും തറയിൽ നിന്ന് എടുത്തിട്ട് പെറുക്കുന്നു, മടക്കുന്നു, വൃത്തിയാക്കി ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നു. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ വരുന്നു, ചൂരലെടുക്കുന്നു, ചന്തിക്ക് 2 അടി കിട്ടുന്നു. ഇതായിരിക്കും ഉണ്ടാകാൻ പോണേ. അതുകൊണ്ട് ഞാനിത് ചെയ്തേക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുമ്പോൾ വീഡിയോയും ആവും, ഈ പണിയും കൂടെ നടക്കും. പിന്നെ 2 പണിയും കൂടെ ഒരുമിച്ചെടുക്കണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവളുടെ ഡ്രസ്സ് ഇവർക്ക് മാത്രമേ ഉള്ളൂ ഡ്രസ്സ്, വേറെ ആർക്കും ഡ്രസ്സൊന്നുമില്ലേ, ഇത് കണ്ടിരിക്കാൻ എന്താണെന്നൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവുക. മര്യാദയ്ക്ക് എൻ്റെ വീഡിയോ മുഴുവൻ കണ്ടോളൂ. എൻ്റെ സംസാരമെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഡ്രസ്സ് കാണണ്ട, ഞാൻ സംസാരിച്ചിരിക്കുന്നത് കാണാമല്ലോ. ഓക്കെ. എൻ്റെ ഒരു ഡ്രസ്സ് വന്നിട്ട് ടീഷർട്ട് മോഡൽ വന്നിട്ട് കണ്ടോ, ഒരു ബോയും ഒരു ഗേളും. നിങ്ങൾ തമ്മിൽ ലവാണോ? ആണോടാ? കണ്ടോ ഈ ഡ്രസ്സ്, ഇത് എൻ്റെ ബർത്ത്ഡേക്ക്, എൻ്റെ 23rd അല്ലെങ്കിൽ 24th ബർത്ത്ഡേക്ക് എൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്താണ് എനിക്കിത്. ഈ ഡ്രസ്സൊന്നും എനിക്കിപ്പം കൊള്ളുന്നില്ല. പിന്നെ വേറെ ഡ്രസ്സ് കാണിക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. പിന്നെ ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണെന്നല്ലേ, ഇന്ന് എനിക്ക് വീഡിയോയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമായി. സുന്ദരിയായ മാതിരി ഞാൻ സുന്ദരിയാണ് ഗൈസ്. ഞാൻ സുന്ദരി. എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണിക്കാം, എൻ്റെ അമ്മേനെ പോയിട്ടാണ് കാണിക്കുക. ഇതെങ്ങനെയുണ്ട് അമ്മ, ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അമ്മ പറയും, എന്തിനാ ഇങ്ങനെ മാഞ്ഞാളം കളിക്കണേ, മര്യാദക്ക് സംസാരിച്ച പോരെ, എന്തിനാ ഇത്ര ഓവറാക്കണേ? പക്ഷെ എനിക്ക് ഓവറാക്കാതിരിക്കാൻ പറ്റില്ല അമ്മ. ഓവർ എൻ്റെ രക്തത്തിലുള്ള തോണ്. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. പക്ഷെ എൻ്റെ അച്ഛന് തീരെ ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ്. ഇതെൻ്റെ അച്ഛൻ എന്നെ കളിയാക്കാറ്. ഈ മറ്റേ ഉത്സവത്തിനൊക്കെ കുരുത്തോലയില്ലേ, ഓല വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടില്ലേ, അതുപോലെ ഉണ്ട് എന്ന് അച്ഛൻ പറയാം ഇതിനെ. ഇതെവിടെ നിന്ന് കിട്ടിയാണ് ഈ ഡ്രസ്സ്, കുരുത്തോല? പക്ഷെ അച്ഛൻ്റെ ഞാൻ മെയിൻ ചെയ്യാറില്ല. എനിക്കിഷ്ടമാണെന്ന് മാത്രമല്ല, എൻ്റെ ഡ്രസ്സ് സെലക്ഷൻ അടിപൊളിയാണെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസും ഒക്കെ എൻ്റെ ഡ്രസ്സ് മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ അടിപൊളിയായതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ. പിന്നെ എൻ്റെ കൂടെയുള്ള ഹർപ്രീത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് സെലക്ഷൻ അടിപൊളിയാണ്. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യണതാണ്. അപ്പം 7th ഫ്ലോറിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞിട്ടുണ്ട്, ഈ 7th ഫ്ലോറിൽ ഞാൻ പലരുടെയും ഡ്രസ്സ് കണ്ടിട്ടുണ്ട്, അതിലൊക്കെ ജിൻസിൻ്റെ ഡ്രസ്സ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാനിങ്ങനെ ഇവളെന്നെ ഇരുത്തി പുകഴ്ത്തുന്നു. ഞാനിങ്ങനെ പൊങ്ങി ഇതെൻ്റെ മനസ്സിൽ എനിക്കെന്നെ അറിയാലോ, സത്യമാണ്, എൻ്റെ ഡ്രസ്സ് സെലക്ഷൻ അടിപൊളിയാണെന്നുള്ള എനിക്കറിയാം.
ഇതിനൊക്കെ താങ്ക്സ് പറയേണ്ടത് SM സ്ട്രീറ്റിലുള്ള കഷ്കേൻ്റെ അടുത്താണ്. അതായത് 250-350 രൂപയ്ക്ക് കുഞ്ഞ് റേറ്റിൽ നല്ല ഡ്രസ്സുകൾ കിട്ടും. അവിടെ പോയാൽ മതി കേട്ടോ എല്ലാവരും. അടുത്ത ടോപ്പാണ് ഇത്. ഇതൊക്കെ മടക്കി വെക്കട്ടെ. അതേപോലെ തന്നെ മടക്കി വെക്കേണ്ടതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ പണിയൊന്നും. വിയർക്കാൻ തുടങ്ങി. പണിയെടുത്താൽ ഞാൻ അപ്പോൾ വിയർക്കും. ഇനി ഇത് ഞാൻ ഈ ഇട്ടേക്കുന്ന ഫോട്ടോ ഇതിൻ്റെയൊക്കെ ഈ ഡ്രസ്സൊക്കെ കാണിച്ചില്ലേ, ഈ ഡ്രസ്സൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇട്ട ഫോട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇതൊന്നും എനിക്ക് ഇപ്പോൾ ഫിറ്റായില്ല. ഞാൻ തടിച്ചു. ഞാൻ ഫിറ്റായപ്പോൾ സമയത്ത് ഞാൻ ഇട്ടേക്കണ പിക്കുകളൊക്കെ ഉണ്ടായിരിക്കും, അത് കാണിക്കാം. ഇത് ഞാൻ ട്രിവാൻഡ്രത്തുള്ള ലുലുന്ന് വാങ്ങിയതാണ്. ലുലുവിൽ മാക്സിന്ന്. ഇതിനത്ര 499. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് എവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ബ്ലൗസ് എന്നാണ് വീട്ടുകാർ. എനിക്ക് ഇതുപോലത്തെ എൻ്റെ അടുത്ത് എങ്ങനെയൊക്കെയാണ് പറയാം. എൻ്റെ വീട്ടുകാരാണ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളൂ. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് സ്പെഷ്യലാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഈ ഡ്രസ്സ് അടിപൊളിയാണ്. അതുകൊണ്ട് തേങ്ങ അവൻ തേച്ചു പോയി. എന്നിട്ട് ഞാനിപ്പോൾ അവൻ്റെ ഓർമ്മകളിലാണ്. ഇതൊരു വി നെക്ക് പോലെ, വി അല്ല യു അല്ലാത്ത എന്തോ ഒരു നെക്ക്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ക്രോപ്പ് ടോപ്പാണ്. എൻ്റെ അമ്മു ഇത് അത്രയ്ക്കൊന്നും ഡ്രസ്സ് ആയിട്ടില്ല. ഇതൊരു 5-6 കാണിച്ചിട്ടുള്ളൂ. ഇനിയും ഉണ്ട് കുറേ ഡ്രസ്സ് കാണിക്കാൻ. ഇപ്പോൾ തന്നെ എനിക്ക് മതിയായി, ക്ഷീണം വന്നു, കാല് വേദനിക്കാൻ തുടങ്ങി. അടുത്ത ടോപ്പ് ഇത് ടോപ്പായിരുന്നു. ഞാൻ പോയിട്ട് ഇതിനെ ഒരു കോട്ട് പോലെ ആക്കി. ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഇന്നർ ബ്ലാക്ക് ടോപ്പ് ഇടും ഇതിന് അകത്ത്. എന്നിട്ട് ഇത് കോട്ടായിട്ട് ഓവർ കോട്ടായിട്ടിടും. മറന്നിട്ടുമിന്തിനോ പൂക്കാൻ തുടങ്ങുന്നു. പാട്ട് പാടല്ലേ എന്നായിരിക്കും നിങ്ങളെ മനസ്സിൽ. പക്ഷെ ഞാൻ പാടും. ഞാനിനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം താഴേക്ക് പോകുന്നു വരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഡ്രസ്സും ഞാൻ തറയ്ക്ക് പെറുക്കിയിട്ടു. ഇനി അവിടെ നിന്ന് ഒന്നൊന്നായിട്ട് എടുത്തിട്ട് മടക്കി വേണം എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് വെക്കാൻ. ഇത് ആക്ച്വലി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാണോ വീട് വൃത്തിയാവാൻ വേണ്ടി ചെയ്യാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ശരിക്കും ഞാനിത് വൃത്തിയാക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം. ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതൊക്കെ വൃത്തികേടായി കിടക്കാണ് ഡ്രസ്സൊക്കെ. ഇങ്ങനെ ഉള്ളിൽ നിന്ന് തപ്പി എടുത്തിട്ട് വരാം. ഞാൻ ഒരു ഡ്രസ്സ് കിട്ടി.
അതിസാഹസികമായി. അതിസാഹസികമായിട്ടൊന്നല്ല, അത് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് സ്റ്റുഡിയോന്ന് എടുത്താണ്. ഇതിനെത്ര 700 സംതിങ് ആണെന്നാ തോന്നുന്നത്. എനിക്കൊന്നും ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. ഇത് മടക്കി വെക്കട്ടെ. എല്ലാം ഞാനിപ്പോൾ തന്നെ മടക്കി വെക്കും. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നമുക്ക് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സംസാരിക്കുന്നതിന് മതിയില്ലേ? അത് തന്നെ അധികം നല്ലൊരു അടിപൊളിയല്ലേ എൻ്റെ സംസാരം? ഇനി ഇതൊരു ഷർട്ട് മോഡൽ വരുന്നതാണ്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിക്കൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കാണിക്കാം. ചിലപ്പം കാണിക്കുള്ളൂ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇടും. ഇതൊക്കെ അയൺ ചെയ്യണം. ഇതൊക്കെ വൃത്തികേടായി ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഞാൻ ഇങ്ങനെ കുഴച്ചാണ് ഇടുക. അപ്പോൾ എപ്പോഴാണോ പോകേണ്ടത് ആ സമയത്ത് അയൺ ചെയ്യുന്നു, പോകുന്നു, എടുക്കുന്നു, അയൺ ചെയ്യുന്നു, പോകുന്നു. ഇതാണ് പരിപാടി. വേറെ ടോപ്പ് വന്നിട്ട് ഇത്. എൻ്റെ അമ്മു, ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ മറ്റേ ഡ്രസ് കളക്ഷൻസോ അല്ലെങ്കിൽ ഇത് കാണിക്കാറുണ്ടല്ലോ പലരും വ്ളോഗായിട്ട്. ഇതെന്ത് സിമ്പിളാണ്, ഇവരുടെ കയ്യിലുള്ള ഡ്രസ്സ് കാണിച്ചാൽ പോരെ എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇത്ര നേരം നിൽക്കണം, കാലുവേദന എടുക്കാൻ തുടങ്ങി. എനിക്ക് ഇത്ര പണിയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും ഈ ഡ്രസ്സ്. ഇത്ര നേരം നല്ല മൂഡായിരുന്നു. ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് എൻ്റെ മൂഡ് സ്വിങ്സ് വരാൻ തുടങ്ങി. കാരണം എനർജി ലോസ് നിന്ന് എനിക്ക് എനർജി ലോസ് വന്നു ഗൈസ്. എത്ര നേരമായി ഇപ്പം നിൽക്കണേ വീഡിയോ എടുക്കാൻ വേണ്ടി? നിൽക്കുന്നു, എണീക്കുന്നു. അതിനൊരു എക്സസൈസ് പോലെയല്ലേ ഇത്? സിറ്റപ്പ് പോലെ ഉണ്ട്. സിറ്റപ്പ് തന്നെയല്ലേ ഇതിന് പറയാം? വേറെ ഡ്രസ്. ഇത് വേറെ ഒന്ന്. എനിക്ക് ഏറെക്കുറെ ഉള്ള ഡ്രസ്സുകൾ ഞാനൊരു ബ്ലാക്ക് ടോപ്പ് ഉള്ളിലിട്ടിട്ട് അതിനൊരു ഓവർ കോട്ട് പോലെയുള്ള അതങ്ങനത്തെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. അങ്ങനത്തെ വരുന്നതാണ് ഒന്ന് ഇത്. ആ ബ്ലാക്ക് ടോപ്പ് ഞാനിപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് അത് താഴെയാണ്.
ഇത് വേറൊരു ബ്ലാക്ക് ടോപ്പ്. ഇതൊക്കെ കഷ്കേന്ന് എടുത്തേ. ഇതിനെത്ര 100 രൂപയാണെന്തോ ഉള്ളൂ. സുന്ദരി എന്തൊരു സുന്ദരിയാ. ഇത് വേറൊരു ബ്ലാക്ക് ടോപ്പ്. എനിക്ക് പയ്യെ മടക്കി വെക്കാം. ഞാൻ ഇതിങ്ങനെ ചുരുട്ടി വെക്കാൻ പോവാം. ഇതാരാന്ന് വെച്ചാൽ മടക്കി വെച്ചോളൂ. വേറൊരു ടോപ്പ് കനകാംബര കളർ. അയ്യോ, ഞാൻ നിർത്താൻ പോവാണേ. എനിക്ക് വയ്യ, മതിയായി. ബാക്കി ഞാൻ പിന്നെ കാണിക്കാം. ഇത് വേറൊരു ഡ്രസ്സ്. എനിക്ക് ക്ഷീണം പോലെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോ ഇട്ടാലോ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യണം. എന്ത് ചെയ്യും? ഇപ്പം തന്നെ ചെയ്യാമല്ലേ? ഇത് വേറൊരു ഷർട്ട്. ഇവിടെ വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ടോപ്പ്. ഇതൊരു ഷർട്ട്. ഒരു കാര്യം ചെയ്യാം, പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഇടാം. ഇത് പാർട്ട് 1. ഇത് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. പാർട്ട് 2 വേറെ ഇടാം. അതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ തന്നെ ഞാൻ ടയേർഡാകും. കുറേ നേരം എനിക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ, വെള്ളം കുടിക്കാൻ തോന്നുന്നു, ഇരിക്കാൻ തോന്നുന്നു. ഇപ്പോൾ എൻ്റെ മൂഡ് പോയി വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഈ മൂഡ് വെച്ച് വീഡിയോ എടുത്താൽ സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ വീഡിയോ ഇത്ര വരെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.